ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ബിജോയ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഇതിൽ ആദ്യമായിട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് പണക്കാരനാവാനോ ലക്ഷപ്രഭു ആവാനൊന്നും പറ്റത്തില്ല. അത് ലക്ഷപ്രഭുവൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മൾ എന്താ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, അത്രയ്ക്ക് കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഫോണിൻ്റെയും ക്യാമറ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതാണ്. നിങ്ങൾ നല്ലൊരു എന്താ പറയുക, വെട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള, അതായത് ഒരു ഫ്ലവർ ആയിക്കോട്ടെ, ആ ഫ്ലവറിൻ്റെ നെയിം എന്താണെന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ ഇപ്പം നമ്മുടെ ജമന്തിയോ അല്ലെങ്കിൽ റോസോ, അപ്പം നമുക്ക് ജമന്തിയുടെ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല, ഓക്കെ, റോസ് ഒക്കെയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, റോസ് എന്നുള്ളതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടൈറ്റിൽ കൊടുത്തിട്ട് ഇങ്ങനെ ബാക്ക് ക്യാം വെച്ച് തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ക്ലിയർ കുറവായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു നമ്മുടെ ക്യാമറയുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് 48 മെഗാ പിക്സലാണെന്നുണ്ടെങ്കിൽ അവിടെ 48 എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ക്യാമറയുടെ. അതിട്ടെടുക്കുക, കാരണം അതിട്ട് കഴിഞ്ഞാൽ സൂം ആകുമ്പോൾ പിരിയത്തില്ല, ക്വാളിറ്റി നഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാൻ 2 സൈറ്റുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ലെജിറ്റായിട്ടുള്ള വെബ്സൈറ്റുകളാണ്, അതുകൊണ്ട് സ്കാമും കാര്യങ്ങളൊന്നും അല്ല. കാരണം നമ്മളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല. പിന്നെ ഈ അമേരിക്കൻ കൺട്രീസിലൊക്കെ അവർക്കൊരു ഇമേജസ്, ഒരു വീഡിയോയ്ക്കോ പ്രോജക്റ്റിനോ ഇമേജസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അവർക്ക്. അതായത് അവർ നേരെ ഗൂഗിളിൽ പോവുകയാണ്, നമ്മൾ ഇട്ട ഒരു വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടുന്നു, നേരെ അവരെന്ത് ചെയ്യുകയാണ്, അതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ക്യാഷ് കിട്ടും, അവർ ഡൗൺലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്കിപ്പം ഗൂഗിളിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സ് എന്ന് അടിക്കുകയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സ് എന്ന് അടിക്കുകയാണ്, ഈ ഇമേജസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇമേജസ് കിട്ടും. അപ്പോൾ ഈ ഇമേജസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും റോസിൻ്റെ പടം എടുക്കണം, അൺസ്പ്ലാഷ്, അപ്പം നോക്കുകയാണ്, ഇമേജസ് മേ ബി സബ്ജക്റ്റഡ് ടു കോപ്പിറൈറ്റ്. അപ്പം നമ്മൾ ഈ പിക്ചർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ കോപ്പിറൈറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അവർക്കൊരു കിട്ടുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്ക് ക്യാഷ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. കോപ്പിറൈറ്റ് ഇല്ല, നമ്മുടെ വീഡിയോ നമ്മൾ ലൈസൻസോടെ കൊടുക്കുകയാണ്, നിങ്ങൾ എവിടെ വേണോ ഉപയോഗിച്ചോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഏതൊക്കെയാണ് ആ വെബ്സൈറ്റുകളെന്ന് നോക്കാം. ഒന്നാമത്തെ സൈറ്റിൻ്റെ പേര് പിക്സബേ എന്നാണ്. പിക്സബേ, ഓക്കെ. നമ്മൾ ആദ്യം ചെന്നിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെ ക്രോമിൽ ചെന്നതിന് ശേഷം പിക്സബേ എന്ന് അടിക്കുക. ഓക്കെ, PIXABAY എന്നടിക്കുക. ഓക്കെ, പിക്സബേ എന്നടിക്കുക. ഇൻ്റർനെറ്റ് സ്ലോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കുന്ന സമയത്ത് നേരെ ഒരു ലോഗിൻ ആയിരിക്കും ചിലപ്പം കാണിക്കുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പം നമുക്ക് ഗൂഗിൾ കൊടുത്തിട്ട് നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതേപോലെ ഒരു ഇമേജ് സെക്ഷനിലായിരിക്കും വന്ന് നിൽക്കുക, ഇങ്ങനെ ആയിരിക്കാം വന്ന് നിൽക്കുക. ഓക്കെ, ഞാനിത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക, എനിക്കൊന്നും ഏൺ ചെയ്തിട്ടില്ല, അത് ഞാൻ ആദ്യമേ പറയാം. പക്ഷേ ഒരു പോസിബിലിറ്റി എന്നാണ് ഞാൻ പറയുന്നത്, ഒരു പോസിബിലിറ്റി. ചുമ്മാ നമ്മൾ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നതിനെക്കാട്ടി ഒരു പോസിബിലിറ്റി എന്നാണ് പറയാം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം ഞാനൊരു ഉദാഹരണം നോക്കിയാൽ, എൻ്റെ റോസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. റോസ് ഫ്ലവറുണ്ട്, റോസ് മേരി, അങ്ങനെയുണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോരുത്തരും ഓരോരോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഓരോരോ കണ്ടൻ്റായിട്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നീല റോസപ്പ് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ഫ്രീ ടു യൂസ് അണ്ടർ ദ കണ്ടന്റ് ലൈസൻസ്, നോ ആട്രിബ്യൂഷൻ റിക്വയർഡ്. അതായത് നമുക്കിത് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാം, അതായത് സെയിലിന് യൂസ് ചെയ്യാം. പക്ഷേ സെയിലിന് യൂസ് ചെയ്യുമ്പോൾ 2019 മുമ്പുള്ള ഇമേജസ് മാത്രമേ നമുക്ക് സെയിൽ എടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എത്ര പേര് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 6,69,680 പേര് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുമ്പോൾ ഡൊണേറ്റ് ടു കണ്ടന്റ് ക്രിയേറ്റർ എന്നുണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ കൊടുക്കേണ്ട, ഈ പടം നമുക്ക്, ഈ ഇമേജ് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടന്റ് ക്രിയേറ്ററിന് ചിലവരെന്ത് ചെയ്യും, നമ്മളെപ്പോലുള്ളവർ ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്തെങ്കിലും കുറച്ചൊരു പാരിതോഷികം പോലെ ഒരു $1 $2 അവരെന്ത് ചെയ്യും, മറ്റേ പേയ്പാൽ വഴിയൊക്കെ നമുക്ക് അയച്ചു തരുന്ന സമയത്ത് നമുക്ക് നേരെ നമ്മുടെ പേയ്പാൽ അക്കൗണ്ടിൽ വരും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അപ്ലോഡ് എന്നുള്ള റൈറ്റ് കോർണറിൽ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ
നമുക്ക് ഐ ഓൺലി അപ്ലോഡ് മൈ മീഡിയ, ഐ ഓൺ ദ റൈറ്റ്സ്. ഓക്കെ, അതായത് നിങ്ങൾ വേറെ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. നിങ്ങളായിട്ട് എടുത്ത കാര്യങ്ങൾ, അതായത് നിങ്ങൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ മൂന്നാർ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഇമേജാണിത്. ഓക്കെ, ഒരു സൂര്യകാന്തിയുടെ ഇമേജാണ്. ഇപ്പോൾ ഇത് എൻ്റെ ഫോണിലെടുത്തതാണ്. സാംസങ് A22 5G. ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് S21 ആണ്. ഓക്കെ, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് A22 ഞാൻ എടുത്തത്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാലും വലിയ സീനൊന്നുമില്ല, നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള പിക്ചറാണ്. അപ്പോൾ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെയൊക്കെ താഴെ ഇപ്പോൾ വിവോയോ ഓപ്പോയോ എന്നൊക്കെ എഴുതി കാണിക്കില്ലേ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്ത് കളയുക. അത് ക്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് കളയുക. ഒരിക്കലും ഒരു കമ്പനിയുടെ നെയിമും ലേബിൾസും ഒരിക്കലും ഇമേജസിൽ കാണരുത്. ഞാൻ എടുത്ത് പറയുകയാണ്, ഒരിക്കലും ഇമേജസിൽ കാണരുത്. അപ്പം ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനെ ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ എഡിറ്റർ ഇട്ട് ചെയ്യാം. എഡിറ്റർ എന്ന് പറഞ്ഞുകൂടാത്തവർക്ക് കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതെടുത്താലും മതി, അത് നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ എടുക്കാമല്ലോ. അപ്പം ഇത് ഞാൻ ഉദാഹരണം കാണിച്ചു തന്നെയാണ്. ഞാൻ ഈ ഒരു വർക്കിനെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കുകയാണ്, എൻ്റെ ഫോട്ടോസാണ്, ഐ അഗ്രി മൈ അണ്ടർ കണ്ടന്റ് ലൈസൻസ്, ഓക്കെ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് 7 അപ്ലോഡ്സ് റിമൈനിങ് ഇൻ ദിസ് വീക്ക്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ആഴ്ചയിൽ 7 എണ്ണേ പറ്റത്തുള്ളൂ എന്നാണ്. അതായത് ഒരു ദിവസം ഒന്ന് വെച്ചിട്ടായിരിക്കും. ട്രെൻഡിങ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ആൾക്കാരുടെ സെർച്ച് കാര്യങ്ങളൊക്കെ നമുക്കിപ്പം സെലക്ട് ഫയൽസ് എന്ന് പറയുന്ന സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വലുതാണ്, ഓക്കെ അതിൻ്റെ ഫോൾഡറിൻ്റെ പേര് സോറി ഉദാഹരണത്തിന്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇമേജ്. ഞാനത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് അപ്ലോഡായി പോകും. പക്ഷേ ഒരു കാര്യം, എൻ്റെതിൽ ഇപ്പോൾ സാംസങ് എന്നുള്ള ഒരു ലേബൽ എടുക്കുന്നത് കൊണ്ട് അതിനെ കട്ട് ചെയ്ത് കളയണം. ഇതല്ലെങ്കിൽ ഇവർ റിജക്ഷൻ അടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഇഷ്ടമുള്ള നിങ്ങളുടെ വീഡിയോസ് ഇതിൻ്റെ അകത്ത് ഇടാം. മനസ്സിലായില്ലേ? ഫോട്ടോ മാത്രമല്ല, വീഡിയോസ് ഇടാം. നമുക്ക് വീഡിയോസും ഇതിനും മാത്രമാണ് ഇങ്ങനെ സൗണ്ട് എഫക്ട്സിനുമാണ് നമുക്ക്, സൗണ്ട് എഫക്ട്സ് അല്ല സോറി, വീഡിയോസിനും ഇമേജസിനുമാണ് നമുക്ക് പൈസ കിട്ടുന്നത്, കണ്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഉള്ളത്. മറ്റേതിനൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ അടുത്ത സ്ഥലം പൊന്മുടി എന്ന് വെച്ചോ. പൊന്മുടി അടുത്തതല്ല, കുറച്ച് ദൂരെ. അപ്പോൾ പൊന്മുടിയാണെന്ന് വെച്ചാൽ പൊന്മുടിയിലോട്ട് ഞാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു ഹൈ റേഞ്ച് മലനിരകളും ഈ ഫോഗൊക്കെ ഇങ്ങനെ പോകുന്നത് എല്ലാം ഞാനൊരു ഫോണിൽ എടുക്കുകയാണ്. അത് നേരെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പം 10 മിനിറ്റുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എടുക്കുക. അതെന്തോ ബെസ്റ്റ് പാർട്ട് നോക്കിയിട്ട് അത്രയും ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരെ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പം എന്താ പറയുക, മൗണ്ടൻസിൽ ഇങ്ങനെ പോകുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അവർ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് എഴുതി കാണിക്കും. ഇപ്പോൾ എൻ്റെ പേര് ബിജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിജോയ് എന്ന് എഴുതി കാണിക്കും. അവർക്ക് ഡൊണേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഡൊണേഷൻ കൊടുക്കാം. എനിക്ക് ചിലപ്പോൾ $1 $2 ഒരാൾ തരികയാണ്. അപ്പോൾ $1 വെച്ചിട്ട് ഇപ്പം മറ്റേതിന് നമ്മൾ നോക്കിയത് 6 ലക്ഷം പേരാണ്. $1 വെച്ചിട്ട് ഇപ്പോൾ 6 ലക്ഷത്തിൽ ബാക്കി 5 ലക്ഷം വിടും. 1 ലക്ഷം വെച്ചായാലും എത്ര ഡോളറായി? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പിക്സബേ ഇത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് എന്ന് പറയുന്നത് ഷട്ടർ സ്റ്റോക്കാണ്. ഷട്ടർ സ്റ്റോക്ക് ഇമേജ് അപ്ലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഷട്ടർ സ്റ്റോക്ക് ഇമേജ് അപ്ലോഡ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കാണുന്ന സൈറ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്കിൻ്റെതായിരിക്കാം, കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക, ഡിസ്പ്ലേ നെയിം അടിച്ചു കൊടുക്കുക. ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പേര്, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലുമൊക്കെ പവിത്രൻ ആയിക്കോട്ടെ. അടുത്ത ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രൻ എന്ന് ചുമ്മാ അടിച്ചു വയ്ക്കരുത്. എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല പവിത്രൻ എന്ന് അടിച്ചാൽ പവിത്രൻ ദ പ്രോ ഫോട്ടോഗ്രാഫർ, വെറുതെ ജസ്റ്റ് ഒന്ന് തള്ളി വയ്ക്കുക. നമ്മളൊരു അട്രാക്ഷൻ. പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ട, മനസ്സിലായില്ലേ? അതിൻ്റെ പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പാസ്വേഡ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ പാസ്വേഡ് തന്നെ അടിച്ചു വയ്ക്കുക. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം പ്രൊട്ടക്ഷന് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ സാധനങ്ങളും നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും പർട്ടിക്കുലറായിട്ടുള്ള പാസ്വേഡ് സെലക്ട് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ പാസ്വേഡ്. എന്നിട്ട് ഐ സർട്ടിഫൈ ഐ എം 80 ഓർ ഓൾഡർ, ഓക്കെ അത് കൊടുക്കുക. എന്നിട്ട് ഐ എം നോട്ട് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പം ഞാനത് കാണിച്ചു തരാം. എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ റിജക്റ്റ് ചെയ്ത് ഞാൻ എന്നാലും അതിൽ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് നോക്കാം കേട്ടോ.
ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഓക്കെ, ഇത് റിവ്യൂഡ് കീപ് ട്രൈയിങ് യുവർ സബ്മിഷൻ വാസ് നോട്ട് അപ്ലോഡ്. ഞാനിങ്ങനെ ഇതിൽ ഫോട്ടോ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ബ്ലറല്ലാത്ത, ഇപ്പോൾ എൻ്റെ ക്യാമറ കണ്ടിട്ടില്ലേ, ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് മൊബൈലിൻ്റെത്. ഇങ്ങനെ ചെറിയ കുത്ത് പോലെ വരുന്നുണ്ട്, നോയ്സ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം നോയ്സ് ഇല്ലാത്ത ഇമേജസ് ഇതിൽ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ നോയ്സ് ഇല്ലാത്ത ഫോൺ ഇമേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിന് അത്യാവശ്യം നോയ്സ് ഉണ്ട്. നോയ്സ് ഇല്ലാത്ത ഫോണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫോൺ യൂസ് ചെയ്യുന്ന പോക്കോയുടേതും റെഡ്മി, വിവോ, ഓപ്പോ, ഇപ്പോഴത്തെ സാംസങ് ആയാലും കൊള്ളാം, ഇപ്പോഴത്തെ ഫോണുകൾ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്നൊരു 48 മെഗാ പിക്സൽ എന്നൊക്കെ ഉള്ള ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്പ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലേബലും കാര്യങ്ങളൊന്നും മറക്കരുത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഡൗൺലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഏണിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. മനസ്സിലായോ? അതായത് ഏണിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വരുമാനം, നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്നൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തരുന്നതും, ഇത് ഷട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനി തരുന്നതും. കാരണം ഷട്ടർ സ്റ്റോക്ക് ഫ്രീ ആയിട്ടുള്ളൊരു സാധനമല്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് പൈസ കൊടുത്താണ് ഒരു ഫോട്ടോ വാങ്ങിക്കാനുള്ളത്. അതായത് ഞാനിപ്പോൾ ഒരു സൂര്യകാന്തിയുടെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും സൂര്യകാന്തിയുടെ ഫോട്ടോ വേണം. സൂര്യകാന്തിയുടെ ഫോട്ടോ എടുക്കുന്നവർക്ക് എന്താ ചെയ്യുക, അവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബൈ കൊടുക്കാൻ നേരത്ത്, ഡൗൺലോഡിൻ്റെ അവിടെ കൊടുക്കാൻ നേരത്ത് എഴുതി കാണിക്കും 180 രൂപ എന്ന് കാണിക്കും. അപ്പം 180 രൂപ എന്ന് പറയുമ്പോൾ 80 രൂപ ഏതാണ്ട് നമുക്ക് തരുമെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ 40 ഒരാൾ പേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ആലോചിക്കുക. ഓക്കെ, 180 രൂപ അടുപ്പിച്ച് വരും ഏതാണ്ട്. ചില പിക്ചേഴ്സൊക്കെ കൂടുതലേ വരത്തുള്ളൂ. അപ്പോൾ 180 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് 40 രൂപ കിട്ടി. 10 രൂപ വാങ്ങിച്ച് കഴിഞ്ഞാൽ 400 അപ്പം മറ്റേ പിക്സബേനെ കാട്ടിയിട്ടും ട്രാഫിക് ഉള്ളത് ഈ ഷട്ടർ സ്റ്റോക്കിലാണ്. അപ്പോൾ ഷട്ടർ സ്റ്റോക്ക് മറ്റേ 6 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷത്തിന് മേളിൽ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കുക, 6 ലക്ഷം ഇൻറ്റു 40 അടിക്കുക. അപ്പോൾ എത്ര എമൗണ്ട് വരുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ല? അത് നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തന്ന റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോസ് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം കണ്ടൻറ്റ് ബേസ്ഡ് കണ്ടൻറ്റ് വരിക്കണം. ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് റോസ് ആയിരിക്കും. ഞാൻ തംബ്നെയിൽ ഇടാൻ പോകുന്നത് ഫ്ലവർ, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഫ്ലവർ എന്നൊക്കെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിലോട്ട് എത്തൂല. മനസ്സിലായില്ലേ? എത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടൂല. അപ്പം നമ്മൾ എന്താണോ കണ്ടൻറ്റ് അത് നോക്കി ചെയ്യുക. ഓക്കെ, ഇത് 2 വഴി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ലെജിറ്റ് മെത്തേഡാണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ടപ്പെടത്തില്ല, സ്കാമും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ ഇരുന്നിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഫോട്ടോ തന്നെ ഇടാൻ കിട്ടുമോ? അതായത് ഇന്ത്യൻ വുമൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ മെൻ എന്നോ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ വുമൺ എന്നോ, നിങ്ങളുടെ ഇപ്പോൾ കൂട്ടുകാരനോ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം ഒരു ഫ്രീക്കായിട്ടൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഫോട്ടോസ്, അല്ലെങ്കിൽ സാഡായിട്ട് നിൽക്കുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ ഓരോ ഫോട്ടോകൾ. ആ ഒരു ഫോട്ടോസൊക്കെ ഇടുക. അതായത് ആ ഒരു പിക്ചറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്, അതായത് സാഡ് വുമൻ ഇമേജസ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. പിക്സബേ എവിടെയാണ് എൻ്റെ പിക്സബേ? ഓക്കെ, അതിൻ്റെ അകത്ത് സാഡ് വുമൻ എവിടെ പോയി? വുമൻ. അപ്പോൾ വിമൻ. ഓക്കെ, ബാക്കി അഡൽട്ട് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അത് കാണാനായിട്ടുള്ളൊരു എന്താ പറയുക, പ്രായം കൂടുതൽ വേണം. അപ്പോൾ സാഡ് വുമൻ കണ്ടില്ലേ, ഇതൊരു ഇന്ത്യൻ ബേസ്ഡ് ആണ്. പിക്ചേഴ്സാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഓൾക്ക് ബിഹൈൻഡ്സ്. പക്ഷേ എന്നാൽ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നുണ്ടോ? 8246 പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു ക്രിഞ്ചി മുഖങ്ങൾ നമുക്കിടാം, നോ പ്രോബ്ലം. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു കണ്ടൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്കപ്പം ഇതൊരു പാഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. അപ്പം ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അവർക്കും ഇങ്ങനെ നിങ്ങളൊരു ഫ്രണ്ട്സ് ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അവനും കൂടെ ക്യാഷ് കിട്ടട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.